ഹായ് ചങ്ങായിമാരെ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ചു. സന്തോഷം. യുദ്ധം ഒരിക്കലും നല്ലതല്ല. പിന്നെ പാകിസ്ഥാന് കൊടുക്കേണ്ടത് നമ്മൾ നല്ലോണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ സന്തോഷമുണ്ട്. കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ അനിൽ നമ്പ്യാർ ഉണ്ടല്ലോ, വിസർജനം ടിവിയുടെയും സംഗീതയുടെയും എല്ലാമായ നമ്പ്യാറുട്ടന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. എന്താണ് മൂപ്പർ ഉദ്ദേശിച്ചെന്നോ എന്താണ് മൂപ്പർ പറഞ്ഞെന്നോ എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇതെല്ലാം നിങ്ങൾ വന്നല്ലേ, നിങ്ങളും കൂടി അത് കണ്ടേക്ക് വാ. അധർമ്മികളെ ഇല്ലാതാക്കാൻ മഹാവിഷ്ണുവിന്റെ ദിവ്യായുധമായിരുന്ന സുദർശന ചക്രം ഉപയോഗിച്ച പാക് മിസൈലുകളെ നിർവീര്യവും നിഷ്പ്രഭവുമാക്കി ഭാരതം. ഇവനെന്ത് തേങ്ങയി പറയുന്നു? ഇതിന്റെ ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്, അതും കൂടി കാണാ. ഇല്ലാതാക്കാൻ മഹാവിഷ്ണുവിന്റെ ദിവ്യായുധമായിരുന്ന സുദർശന ചക്രം ഉപയോഗിച്ച പാക് മിസൈലുകളെ നിർവീര്യവും നിഷ്പ്രഭവുമാക്കി ഭാരതം. ഞാൻ ആരോ ഏട്ടാ, ഇത്രയും വലിയൊരാളുടെ മോൻ. റഷ്യ കണ്ടുപിടിച്ച സാധനത്തിലെ സുദർശന ചക്രം എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിക്കല്ലേ, ഹിന്ദുക്കളെ എന്നെ പോലത്തെ ഹിന്ദുക്കളെ അവമാനിക്കല്ലേ ഈ സംഖ്യ ചെയ്തത്. പിന്നെ സൈനികരെയും ഇത്രയും കഷ്ടപ്പെട്ട സൈനികരെല്ലാം അവമാനിക്കല്ലേ ചെയ്ത്. ശരിക്കും ഇവനെതിരെ രാജ്യദ്രോഹത്തിന്റെ കേസ് എടുക്കണ്ടേ? പിന്നെ സംഖ്യയല്ലേ, അങ്ങനെ ഒരു കേസ് വരില്ലല്ല. എന്നാലും നമ്പ്യാറേ, മയിരേ കുയിലേ നമ്പ്യാറൊളിയേ, മയിൽ വാഹനത്തിന്റെ ഇല്ലാന്നേ, അല്ലാണ്ട് മലറിന്റെ ഇറല്ല ഞാൻ പറഞ്ഞു. മയിലേ, എന്താ അവസ്ഥ അല്ലേ? ഇതുപോലത്തെ മുതുവാണങ്ങളുണ്ട്. എന്തിനേയും കൊണ്ടുപോയിട്ടുണ്ടല്ല ഈ ദൈവമായിട്ട് കണക്ട് ചെയ്യും. എന്തിനാ ഇത് കണക്ട് ചെയ്യുന്നു? വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇത് നേരെ മറിച്ചിട്ട് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി വേണ്ട, മുസ്ലിമാ പറഞ്ഞു നോക്കട്ടെ. അനിൽ നമ്പ്യാരുടെയും സംഖ്യയുടെയും അജന്മ ശത്രുവായ ഒരു മുസ്ലിമാണ് ഇതുപോലെ ദൈവവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇന്ന് രാത്രി അന്തിച്ചർച്ചയിൽ TG മോഹൻദാസും ആരിഫ് ഹുസൈൻ, തിരുവത്ത് കിടക്കുന്ന ആരിഫ് ഹുസൈനും പിന്നെ സംഘികളുടെ എല്ലാമായ നിഷ്പക്ഷ സംഘി ഷീജിത് പണിക്കറെല്ലാം കൂട്ടിയിട്ട് വൻ ചർച്ചയായിരിക്കും. മുസ്ലിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, നമ്മൾ സൈനികരെ അവമാനിച്ചില്ലേ, നമ്മൾ ഇന്ത്യയെ അവമാനിച്ചില്ല, മറ്റു ചർച്ച വെക്കും. ഇത് നമ്പ്യാറുട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല, സംഖ്യകൾ അങ്ങ് സഹിക്കും. ശരിക്കും പറഞ്ഞ ഹിന്ദുക്കളെയും സൈന്യത്തെയും അവമാനിക്കും ഇത് ഇന്നാണ്. ഒരു ഏവറേജ് സംഖ്യന്റെ അടുക്കുന്ന ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കാനും പാടില്ല. യുദ്ധം തൽക്കാലത്തേക്ക് നിർത്തലാക്കിയുണ്ട് ഇതുപോലത്തെ കുറച്ച് പൊട്ടത്തരങ്ങൾ കുറയും. നമ്മളെ മാധ്യമങ്ങളിലും തൽക്കാലം തളർന്നുപോയി. യുദ്ധം നിർത്തലാക്കിയുണ്ട് ഏറ്റവും കൂടുതൽ അടികിട്ട് നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ വിസർജന TV പോലത്തെ മാധ്യമങ്ങൾക്കാണ്. ഇനി നമുക്ക് നമ്പ്യാറുട്ടിന്റെ എന്തെങ്കിലും പുതിയ വീഡിയോ കിട്ടി കഴിഞ്ഞാൽ അന്ന് തിരിച്ചു വരാം കേട്ടോ. എന്നാ പിന്നെ ഓക്കെ, സുലാൻ.